അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ആരൂട്ടി. ഞങ്ങൾ കാറിലാണ് പോകുന്നത്. പിന്നെ എവിടെ പോകുമ്പോഴും ഉള്ളതുപോലെ തന്നെ അവള് പൂച്ചക്കുട്ടിയെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഗുരുവായൂരിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നല്ല തിരക്കാണ്. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. ദീപാരാധന തൊഴാൻ വേണ്ടിയാണ് ഞങ്ങൾ ക്യൂ നിന്നത്. ഒരു 3, 4 മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഗുരുവായൂരപ്പനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റോട് കൂടി പോയതുകൊണ്ട് തിരക്കൊന്നും വലിയ പ്രശ്നമായി തോന്നിയില്ല. തൊഴുതൊക്കെ കഴിഞ്ഞു. നല്ല ദർശനമൊക്കെ കിട്ടി. അതിനുശേഷം അവിടെ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള കടകളിലൊക്കെ ഒന്ന് പോയി. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു കുപ്പിവളയുടെ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് തന്നെയാണ് ആദ്യം പോയത്. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കുപ്പിവളകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പല കളറുകളിലുള്ള കുപ്പിവളകളാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഫാൻസികളിലൊക്കെ പോകുന്ന സമയത്ത് കാണാത്ത ഒരുപാട് കളറുകൾ, വെറൈറ്റി കളറുകളെല്ലാം ഈ ഷോപ്പിൽ പോയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിനുശേഷം കുറച്ച് അവിടെ